കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രവാസ ലോകത്തും വ്യാപക പ്രതിഷേധം. മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന് ഇന്ന് തിരശ്ശീല വീഴും. സേവന വേതന സംരക്ഷണ നിയമപ്രകാരം ശമ്പളം വിതരണം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് മന്ത്രാലയം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ പരിപൂർണമായും താഴ്ന്നതിൽ പ്രവാസ ലോകത്തും പ്രതിഷേധം. പ്രവാസികൾക്കായുള്ള ക്ഷേമ പദ്ധതികൾക്കുൾപ്പെടെ നിരവധി പാക്കേജുകൾ കേരളം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒന്നും തന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിനായി വാരിക്കോരി നൽകിയപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പരിപൂർണമായും താഴ്ന്നു. കേരളം കേന്ദ്ര ബഡ്ജറ്റിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ആവശ്യപ്പെട്ടിരുന്നത്. ദുരിതമുണ്ടായ വയനാടിന് 2,000 കോടി രൂപയുടെ പാക്കേജും രാജ്യത്തിന്റെ അഭിമാന പദ്ധതി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി രൂപയും ചോദിച്ചിരുന്നു. വായ്പാ പരിധി പ്രവാസി സംരക്ഷണ പദ്ധതികൾക്കായി 300 കോടിയും റബ്ബർ താങ്ങുവില 250 രൂപയായി നിലനിർത്തുന്നതിന് 1000 കോടിയും ചോദിച്ചിരുന്നുവെങ്കിലും ബജറ്റിൽ കേരളത്തിനായി പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ അവഗണനയ്ക്കെതിരെ എല്ലാ MP-മാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രിയെ വീണ്ടും സമീപിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 40 ദിവസത്തിലേറെ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയുടെ ഉത്സവമായി മാറിയ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന് ഇന്ന് തിരശ്ശീല വീഴും. കഴിഞ്ഞ ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിലെ വേദികളിലേക്ക് ഒഴുകിയത്. ഫെസ്റ്റിവലിലെ സുന്ദര മുഹൂർത്തങ്ങൾ അവസാനമായി ഒരു വട്ടം കൂടി കാണാനായി കുട്ടികളും സ്ത്രീകളും ഒഴുകിയതോടെ ഫെസ്റ്റിവൽ വേദികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ വർഷത്തെ പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു ഒമാനി പരമ്പരാഗത ഗ്രാമമായ ഹെറിറ്റേജ് വില്ലേജ്. ഈ വർഷം മസ്കറ്റ് നൈറ്റ്സിൽ പുതിയതും നൂതനവുമായ പരിപാടികളാണ് ഒരുക്കിയത്. വിനോദത്തിനും ഉല്ലാസത്തിനും അപ്പുറം നൂറുകണക്കിന് ഒമാനി ചെറുകിട ഇടത്തരം സംരംഭ ഉടമകൾക്ക് അവരുടെ നെറ്റ്വർക്കിംഗ് തന്ത്രത്തിനുള്ള വേദിയായി മസ്കറ്റ് നൈറ്റ്സ് മാറി. സുഖകരമായ കാലാവസ്ഥ ആയതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് വിവിധ വേദികളിലേക്കായി ഒഴുകുകയായിരുന്നു. ഏതു പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബവുമായിട്ടാണ് ഇത്തരം ആഘോഷ വേദികളിലേക്ക് സ്വദേശികളും കുടുംബങ്ങളും എത്തിയത്. വേതന സംരക്ഷണ സംവിധാനം അനുസരിച്ചുകൊണ്ട് ശമ്പളം കൈമാറുന്നതിന് മാർഗനിർദ്ദേശങ്ങളുമായി മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് സമയബന്ധിതവും കൃത്യവുമായി വേതനം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് കൂടിയാണ് നിർദ്ദേശങ്ങൾ. കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത തൊഴിൽ ഉടമകൾക്ക് ഉടൻ പിഴ ചുമത്താനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ജീവനക്കാർക്ക് സമയബന്ധിതവും കൃത്യവുമായ വേതനം നൽകുന്നതിന് സഹായിക്കുന്നതാണ് മാർഗനിർദ്ദേശങ്ങൾ. ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ 3 ദിവസത്തിനുള്ളിൽ അവർക്കുള്ള വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണം. പണം ട്രാൻസ്ഫർ ചെയ്ത മാസമല്ല, ശമ്പളം നൽകിയ മാസമാണ് രേഖപ്പെടുത്തേണ്ടത്. ഒമാനിലെ ജീവനക്കാർക്ക് വേതനം ശരിയായതും നിയമപരമായ കൈമാറ്റം ഉറപ്പാക്കുന്ന വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തൊഴിലുടമകൾ ശ്രദ്ധിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ദാഖിലിയ ഗവർണറേറ്റിൽ പർവ്വത പ്രദേശത്തു നിന്നും വീണ് സ്വദേശി പൗരന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ എത്തി സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്തു. നിസ്വ വിലായത്തിൽ വീടിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തക്കാരനും അറിവായിട്ടില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടത്ര മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.